ഹലോ എവ്രി വൺ, ഞാൻ ദേ വീണ്ടും വന്നിരിക്കുകയാണ്. സി എ ചെയ്യണമെന്നുള്ളത് പലരുടെയും ഡ്രീമാണ് അല്ലേ. +2 കഴിഞ്ഞതിന് ശേഷം സി എ എന്നുള്ളൊരു കോഴ്സ് ചെയ്യണമെന്ന് പലരുടെയും വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ ഒപ്പം ഇന്നുള്ളത്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് വെൽ റിനോൺഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ആൻഡ് ഒരുപാട് ടീച്ചിങ് എക്സ്പീരിയൻസ്, ഒരുപാട് വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ജസ്റ്റിൻ സാറാണ്, സി എ ജസ്റ്റിൻ സാറാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ബേസ് ലേൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ +2 കൊമേഴ്സ് പഠിച്ചവനേക്കാൾ ഉപരി ഒന്നുകൂടി പെർഫോം ചെയ്യുന്നത് +2 സയൻസ് പഠിച്ച സ്റ്റുഡൻ്റ്. ഈവൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ പോലും ആദ്യം ഫൗണ്ടേഷൻ രജിസ്ട്രേഷനാണ്. ഫൗണ്ടേഷൻ പാസ്സായതിനു ശേഷം മാത്രമേ അവർ ഇൻ്റർമീഡിയറ്റിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറയുള്ളൂ. അവർ ആ ഒരു ഏരിയയിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യും, സമ്മതിച്ചു. ആ ഫൗണ്ടേഷൻ അക്കൗണ്ട്സിൻ്റെ ബേസ് പഠിക്കാൻ അത് പഠിച്ചു കഴിഞ്ഞാൽ അവർ പറക്കും. നമ്മുടെ കേരളത്തിലെ ബികോമിൻ്റെ ഒരു ലെവൽ ഓഫ് നോളജിൽ നിന്ന് നിൽക്കുന്ന ഒരു കുട്ടി സി എയിലേക്ക് വരുമ്പോൾ ആ ഭയങ്കര വലിയ ഗ്യാപ്പാണ്. ആ ഒരു ബ്രിഡ്ജ് ഭയങ്കരമാണ്. അത് ശരിക്കും പറഞ്ഞാൽ അവന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ത്രൂ വരികയാണെങ്കിൽ വളരെ നേരത്തെ ക്വാളിഫൈ ചെയ്യാം, വളരെ നേരത്തെ കരിയർ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ ടാക്സേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇത് പഠിച്ചു പോകുന്ന ഒരാൾക്ക് മറ്റ് കൺട്രിയിലെ ടാക്സ് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ആ ഒരു തെറ്റിദ്ധാരണ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണ് കൂടുതലുള്ളത്. ഈ പഠിക്കുന്ന കുട്ടികളാണ് സയൻസ് എടുക്കുന്നത്, പഠിക്കാത്ത കുട്ടികൾ കൊമേഴ്സിലേക്കാണ് വരുന്നത്. ശരിക്കും പഠിക്കുന്ന കുട്ടികൾ കൊമേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റിടത്ത് കിട്ടുന്ന റിവാർഡിനേക്കാളും വലിയ റിവാർഡ് ഇവിടെ കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. വെൽക്കം സർ. അപ്പോൾ സർ, പലരും നമ്മുടെ +2 കഴിഞ്ഞ് സി എ എടുക്കുന്ന കുട്ടികൾക്ക് ആദ്യം നമുക്ക് ഫൗണ്ടേഷൻ ലെവൽ എക്സാം ആണല്ലോ, അതിനുശേഷം അത് പാസ്സായതിനു ശേഷമാണല്ലോ ഇന്റർ എക്സാം വരുന്നത്. അപ്പം ഇപ്പോൾ കാണുന്ന ഒരു രീതി എന്ന് വെച്ചാൽ രണ്ടിനും ഒരുമിച്ച് അഡ്മിഷൻ എടുക്കണം, ഫൗണ്ടേഷനും ഇന്ററിനും രണ്ടിനും ഒരുമിച്ച് അഡ്മിഷൻ എടുക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഫീസിലുണ്ടാകുന്ന റിഡക്ഷനാണ്. അപ്പം സാർ ഏതായിരിക്കും പ്രിഫർ ചെയ്യുക? അല്ല, ഞാനൊരിക്കലും രണ്ടാമത് ചിന്തിക്കില്ല. കാര്യം എന്നെ സംബന്ധിച്ച് ഫീസ് റിഡക്ഷൻ എന്നുള്ളതല്ല, ഇതൊരു ടഫസ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണല്ലോ. നമ്മൾ എത്ര എളുപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും വർക്ക് ചെയ്ത് പഠിക്കുന്ന കുട്ടികളാണ് ജയിക്കുക. അപ്പോൾ ചില കുട്ടികൾക്ക്, ഓരോ കുട്ടികളുടെയും ക്യാപ്പബിലിറ്റി ഡിഫറെൻ്റ് ആണ്. ചില ആൾക്കാർക്ക് ഇതിനകത്തൊരു ഫൗണ്ടേഷൻ പഠിച്ച് അത് കഴിയുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഈവൻ ഫൗണ്ടേഷൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവന് മനസ്സിലാവുക ഇതിൻ്റെ ഡെപ്ത്, ടഫ്നെസ് എന്താണ്. അപ്പം ചില ആൾക്കാർക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും, അവരെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നും. അപ്പോൾ ഫൗണ്ടേഷൻ എഴുതി പാസ്സാവുമ്പോഴല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇൻ്ററിനെ പറ്റി ആലോചിക്കുന്നത്. ഈവൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ പോലും ആദ്യം ഫൗണ്ടേഷൻ രജിസ്ട്രേഷനാണ്. ഫൗണ്ടേഷൻ പാസ്സായതിനു ശേഷം മാത്രമേ അവർ ഇൻ്റർമീഡിയറ്റിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറയുള്ളൂ. ഒരിക്കലും ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഫൗണ്ടേഷനും ഇൻ്റർ ഒരുമിച്ച് രജിസ്റ്റർ ചെയ്യാൻ ICA പറയില്ല. കാര്യം അവൻ ഫൗണ്ടേഷൻ പാസ്സായാലേ ഇൻ്ററിന് ക്വാളിഫൈ ആവുന്നുള്ളൂ. ഇൻ്റർ ക്വാളിഫൈ ചെയ്താലേ അവൻ ഫൈനലിന് ക്വാളിഫൈ ആവുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരിക്കലും അങ്ങനൊരു ഓവർ തിങ്ക് ചെയ്തിട്ട് തുടക്കത്തിൽ കുറച്ച് ഫീസ് റിഡക്ഷൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്നതിനകത്ത് കാര്യമില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇതിനകത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന സാധനം മണിയേക്കാൾ ഉപരി നമ്മുടെ ഒരു ടൈമാണ്, പ്രഷ്യസ് ടൈമാണ്. അപ്പം ഒരാൾക്കിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഒബ്വിയസ്ലി ഇപ്പോൾ ഫൗണ്ടേഷൻ കഴിഞ്ഞു, അവൻ പാസ്സായിരിക്കാം, ഒരുപക്ഷെ പാസ്സായിട്ടുണ്ടാവില്ല. ഈവൻ പാസ്സായിട്ട് പോലും എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകുന്ന കുട്ടികൾ റെയറായിട്ടെങ്കിലും ഉണ്ട്. അപ്പം അവന് ഫൗണ്ടേഷൻ പാസ്സായില്ല, അവന് ഡ്രോപ്പ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം അന്നേരം പിന്നെ അവന് ഈ പറഞ്ഞ സംഭവം ശരിക്കും ലോക്കായി പോയില്ലേ. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും അങ്ങനെ പറയുന്നില്ലല്ലോ. ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്, 3 ലെവലാണ്. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എൻട്രിയാണ്. ഫൗണ്ടേഷൻ ക്വാളിഫൈ ചെയ്യുന്നവനാണ് ഇൻ്റർമീഡിയറ്റിന് എലിജിബിൾ. ഫൗണ്ടേഷൻ കഴിഞ്ഞാലേ ഒഫീഷ്യലി നമുക്ക് ICAയിൽ ഇൻ്റർമീഡിയറ്റിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് നമ്മൾ ഒരിക്കലും ഇൻ്റർ സ്റ്റുഡൻ്റ് അല്ല. അപ്പം എന്നോട് ചോദിച്ചാൽ ഞാനത് ചെയ്യില്ല. കാര്യം ഒന്നാമത് എന്നെ സംബന്ധിച്ച് ഞാൻ ശരിക്കും പല വേദികളും പറയാറുണ്ട്, വളരെ കഷ്ടപ്പാടിന്ന് വന്നതാണ്. എന്നെക്കൊണ്ട് അങ്ങനൊരു ഇൻ്ററിൻ്റെയും ഫൗണ്ടേഷൻ ഒരുമിച്ച് ഫീസ് അടയ്ക്കാൻ പറഞ്ഞാൽ പോലും എന്നെക്കൊണ്ട് പറ്റില്ല, അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യം ഫൗണ്ടേഷനെ എടുക്കുള്ളൂ എന്നോട് ചോദിച്ചാൽ. പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്, അങ്ങനെ പോകുന്ന കുട്ടികളും ഉണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. കാര്യം അതൊരു ഒഫീഷ്യൽ ഒരു ഫോർമാലിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമ്മൾ ഇൻ്ററിൻ്റെ രജിസ്ട്രേഷൻ ആവുകയോ ചെയ്യുന്നില്ല. ഫൗണ്ടേഷൻ പാസ്സായാൽ മാത്രമേ അവൻ ഇൻ്ററിന് എലിജിബിൾ ആവുന്നുള്ളൂ. പലർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, കൊമേഴ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് മാത്രമേ സി എ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന്. ഇപ്പോൾ ഒരു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ കുട്ടിയാണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ കുട്ടിയാണെങ്കിലും സയൻസ് കഴിഞ്ഞ കുട്ടിയാണെങ്കിലും അവർക്കത് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് പലർക്കുള്ളൊരു ഡൗട്ട്. അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ +2 കൊമേഴ്സ് പഠിക്കുന്നത് കൊണ്ട് കുട്ടികൾ CAക്ക് പോകണമെന്ന് പറയുന്നത് അവർ അക്കൗണ്ട്സ് അല്ലെങ്കിൽ കൊമേഴ്സ് എന്നുള്ള സബ്ജക്റ്റ് പഠിച്ചത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈ ഫൗണ്ടേഷൻ മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു BCom കഴിഞ്ഞ ആളോ ഒരു MCom കഴിഞ്ഞ ആളോ PG കഴിഞ്ഞ ആളോ വന്നാലും ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ 0യിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് സത്യം. ഇത് പ്രൊഫഷണൽ ലെവലാണ്. ഈ +2 കൊമേഴ്സ് പഠിക്കുന്നവർക്കുള്ളൊരു അഡ്വാൻറ്റേജ്, അവർ +2 കൊമേഴ്സ് മര്യാദയ്ക്കാണ് പഠിച്ചതെങ്കിൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ്, അതിലവർക്കുള്ള ബേസ് ഫൗണ്ടേഷൻ, അതാണ് ശരിക്കും ഈ കോഴ്സിനകത്ത് പിന്നീട് അങ്ങോട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ
പക്ഷേ അറ്റ് ദ സെയിം ടൈം +2 സയൻസ് പഠിച്ചിട്ട് വരുന്ന സ്റ്റുഡൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അവനവിടെ മാത്തമെറ്റിക്സ് പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കാരണം ഞാൻ പോലും CA ഫൈനലിന് ചില സ്ഥലങ്ങളിൽ ഈവൻ ഇൻ്റർമീഡിയറ്റിൻ്റെയും ചില പേപ്പറുകളിൽ ചില സ്ഥലങ്ങളിൽ എസ്പെഷ്യലി കോസ്റ്റിംഗ് എന്ന് പറയുന്ന പേപ്പർ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പർ, ഈ 2 പേപ്പറുകളുടെ ചില സ്ഥലങ്ങളിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. വൈ? ബിക്കോസ് എനിക്ക് ബേസിക് മാത്തമെറ്റിക്സിൽ ബേസ് ഇല്ല. +2 കൊമേഴ്സിനോടൊപ്പം മാത്സ് പഠിക്കുന്ന കുട്ടികളുണ്ട്, അടിപൊളിയാണ്, നല്ല ഓപ്ഷനാണ്. അപ്പോൾ +2 സയൻസ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റും +2 മാത്സ് ഇല്ലാതെ കൊമേഴ്സ് മാത്രം പഠിക്കുന്ന സ്റ്റുഡൻറ്റും തമ്മിൽ ഇവിടെ അടുത്തേക്ക് വരുമ്പോൾ ആകെയുള്ള വ്യത്യാസം, ഈ +2 സയൻസ് പഠിച്ച സ്റ്റുഡൻറ്റിന് അക്കൗണ്ട്സിൻ്റെ ബേസ് ഇല്ല, അവൻ അക്കൗണ്ട്സ് അറിയില്ല. പക്ഷെ അവൻ അവിടെ വേറൊരു പ്ലസ് പോയിന്റ് കിടപ്പുണ്ട്, അവൻ മാത്തമെറ്റിക്സ് അവനറിയാം, അവൻ മാത്സ് പഠിച്ചിട്ടുണ്ട്. അവൻ മോശമായിട്ട് മാത്സ് പഠിച്ചാൽ പോലും ഈ +2 കൊമേഴ്സ് മാത്സ് ഇല്ലാതെ പഠിച്ചവനേക്കാളും ബെറ്ററാണ്. ഉണ്ട്. 2 പൊതുവേ പറയപ്പെടുന്നതാണ്, എനിക്കതിനകത്ത് എത്രത്തോളം ആധികാരിക പറയാൻ അറിഞ്ഞുകൂടാ. മാത്സ് പഠിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ഒരു ലോജിക്കൽ തിങ്കിങ്ങും കുറച്ച് കൂടുതലെന്നാണ് പറയുന്നത്. അവർ കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിനേക്കാൾ ഉപരി കുറച്ചുകൂടി ഒന്ന് ലേൺ ചെയ്ത് അതെന്തിനാണ്, എന്തുകൊണ്ട്, അങ്ങനെ പഠിക്കുന്ന ഒരു രീതി ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഭയങ്കര കാരണം നമുക്കിവിടെ അതാണ് വേണ്ടത് പ്രൊഫഷണൽ കോഴ്സിന്. അപ്പം അക്കൗണ്ട്സിൻ്റെ ബേസ് ലേൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ +2 കൊമേഴ്സ് പഠിച്ചവനേക്കാൾ ഉപരി ഒന്നുകൂടി പെർഫോം ചെയ്യുന്നത് +2 സയൻസ് പഠിച്ച സ്റ്റുഡൻ്റായിരിക്കും. അവർ ആ ഒരു ഏരിയയിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യും, സമ്മതിച്ചു. ആ ഫൗണ്ടേഷൻ, അക്കൗണ്ട്സിൻ്റെ ബേസ് പഠിക്കാൻ, അത് പഠിച്ചു കഴിഞ്ഞാൽ അവർ പറക്കും, ഉറപ്പാണ്. സാർ, ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ചിന്താഗതി ഉണ്ടായിരിക്കും, അതായത് ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്കൊക്കെ പോയിട്ട് പയ്യെ CA പഠിച്ചാൽ മതിയാവും എന്നൊരു തോന്നലുണ്ടാവും. അപ്പം സാറിനൊരു അവസരം കിട്ടുകയാണ്, ടൈം ട്രാവൽ ചെയ്ത് ബാക്കിലോട്ട് പോവുകയാണ്. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ സാർ എന്തായിരിക്കും ചെയ്യണത്? ശരിക്കും ഞാൻ BCom 3rd ഇയർ പഠിക്കുമ്പോഴാണ് ഇതിനെപ്പറ്റി ഞാൻ അറിയുന്നത്, ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് അറിയുന്നത്. ഞാൻ പിന്നീട് CA ക്വാളിഫൈ ചെയ്തതിന് ശേഷം പല സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, +2 കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ ഫൗണ്ടേഷൻ വഴി വരാമെന്നുള്ള ഒരു ഓപ്ഷൻ അന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അങ്ങനെ ചെയ്യുള്ളൂ. ഒബ്വിയസ്ലി കോളേജിലെ ഫണ്ടും ഈ പറയുന്ന 3 ഇയർ ഡിഗ്രി എന്നുള്ള ഒരു ആ 3 ഇയർ, പക്ഷേ ആ 3 ഇയർ ഭയങ്കര വിലപ്പെട്ടെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം +2 കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മൾ ഡിഗ്രിക്ക് വേണ്ടി 3 കൊല്ലം എക്സ്ക്ലൂസീവ്ലി പഠിക്കാൻ മാത്രം ഡിഗ്രിക്കൊന്നുമില്ല. ഞാനത് മോശമായിട്ട് പറയുന്നല്ല, കാര്യം നമ്മുടെ കേരളത്തിലെ BComൻ്റെ ഒരു ലെവൽ ഓഫ് നോളജിൽ നിന്ന് നിൽക്കുന്ന ഒരു കുട്ടി CAയിലേക്ക് വരുമ്പോൾ ആ ഭയങ്കര വലിയ ഗ്യാപ്പാണ്, ആ ഒരു ബ്രിഡ്ജ് ഭയങ്കരമാണ്. അത് ശരിക്കും പറഞ്ഞാൽ അവന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ത്രൂ വരികയാണെങ്കിൽ വളരെ നേരത്തെ ക്വാളിഫൈ ചെയ്യാം, വളരെ നേരത്തെ കരിയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചോദിക്കും ഡിഗ്രി വേണ്ടത്. ഒബ്വിയസ്ലി ഡിഗ്രി വേണം, കാര്യം നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ ഡിപ്ലോമയാണ് ശരിക്കും ചാർട്ടേഡ് അക്കൗണ്ട്സി എന്ന് പറയുന്നത്. ചില യൂണിവേഴ്സിറ്റികൾ അതിനെ PGക്ക് ഇക്വലൻ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, PhDക്ക് ഡയറക്റ്റ് എൻറോൾ ചെയ്യാൻ പറ്റും, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ കോർപ്പറേറ്റ്സിൽ എവിടെയെങ്കിലും പോകുമ്പോൾ, എംപ്ലോയ്മെൻറ്റിന് പോകുന്ന സമയത്ത് അവർ വയ്ക്കുന്നൊരു കണ്ടീഷനാണ് യു നീഡ് എ ഡിഗ്രി. ഈ +2 ഫൗണ്ടേഷൻ കഴിയുന്ന കുട്ടികൾക്ക് ICAയുമായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് ഒരുപാട് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CA ഇൻ്റർ പഠിക്കുന്ന സമയത്തോ ഫൈനൽ ക്വാളിഫൈ ചെയ്യുന്നതിന് മുമ്പ് സൗകര്യമായിട്ടാവും പോയിട്ട് എഴുതിയെടുത്താൽ മതി. ജസ്റ്റ് വി നീഡ് എ ഡിഗ്രി, റൈറ്റ്? നമ്മൾ ജോലിക്ക് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കരിയർ ആ ഒരു CVക്കകത്ത് വയ്ക്കാൻ വേണ്ടി ഡിഗ്രി വേണമെന്ന് മാത്രമേ ഉള്ളൂ. അത് റെഗുലർ ഡിഗ്രി ആണോ, കറസ്പോണ്ടിങ് ആണോ, എങ്ങനെ ചെയ്തു എന്നുള്ളത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഈവൻ അത് കൊമേഴ്സിൽ തന്നെ ചെയ്യണമെന്ന് പോലും ഇല്ല. അപ്പോൾ പക്ഷേ നമ്മൾ കൊമേഴ്സിൽ ചെയ്യുന്നതായിരിക്കും എളുപ്പം കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനെ കൂടെ ചെയ്യാനായിട്ട്. അതുകൊണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി, എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നത്. എനിക്ക് 3 വർഷം കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി ചെയ്തതുകൊണ്ട് ഈ പേപ്പറുകളുടെ പേര് പഠിക്കാൻ പറ്റിയെന്നല്ലാണ്ട് ഇതിനകത്തേക്ക് ഉള്ള ഒരു കോൺട്രിബ്യൂഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. കാര്യം ഞാൻ ഇവിടെ വന്നിട്ട് 0ത്തിൽ നിന്ന് തുടങ്ങി. ബിക്കോസ് നമ്മുടെ ഇവിടുത്തെ ഒരു BComൻ്റെ വളരെ ചുരുക്കമായിട്ടുള്ള ചില ഡീംഡ് യൂണിവേഴ്സിറ്റി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്ട്രക്ചർ, BComൻ്റെ സ്ട്രക്ചറും ലെവൽ ഓഫ് നോളജും പ്രൊഫഷണൽ കോഴ്സിന് ഈക്വേറ്റഡ് അല്ല. അത് കഴിയുന്നൊരു കുട്ടിക്ക് ഇവിടെ ഒന്ന് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റില്ല. ബട്ട് +2 കഴിഞ്ഞിട്ട് അവൻ ഫൗണ്ടേഷൻ റൂട്ട് വഴി വരികയാണെങ്കിൽ മറ്റൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് ഇൻ്റർ വരുന്ന കുട്ടി നമ്മൾ കാണുന്നൊരു ട്രെൻഡാണ്, അവൻ കുറച്ചുകൂടി ഈ കോഴ്സിൻ്റെ ടഫ്നെസ് എത്രത്തോളം ഉണ്ടെന്നുള്ള അവൻ അവെയറാണ്. കാര്യം ഫൗണ്ടേഷൻ ICAയിൽ നടത്തുന്നത്, എക്സാം ക്വസ്റ്റ്യൻ്റെ രീതി എന്താണ് അവിടെ വേണ്ടതെന്നുള്ളത് അത് ഭയങ്കര പെട്ടെന്ന് അവൻ അത് മനസ്സിലാക്കിയിട്ടാണ് ഇൻ്ററിലേക്ക് വരുന്നത്. അവൻ കുറച്ചുകൂടെ സീരിയസ് ആണ്. മറ്റേ ഡിഗ്രി കഴിഞ്ഞവർക്ക് അവരവിടെ പഠിച്ചതും അവിടെ എഴുതിയ ആ രീതിയിലാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഒരുപക്ഷെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റിൽ അവർ ഒരു ഫെയിൽ ആവാനോ അല്ലെങ്കിൽ അവർക്ക് ആ ടഫ്നെസ് ഫീൽ ചെയ്ത് പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും വീണ്ടും കുറച്ച് സമയം കളയും. ശരിക്കും ആ 3 ഇയർ എന്ന് പറയുന്നത് വളരെ പ്രൊഡക്റ്റീവായിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. എപ്പോഴും നല്ലത് +2 കഴിഞ്ഞിട്ട് ഫൗണ്ടേഷനിലേക്ക് വരുന്നത്, അത് ഏത് സ്ട്രീമായാലും.
ഇപ്പം ഞങ്ങൾ പഠിപ്പിക്കുന്ന പല കുട്ടികളുടെയും ആഗ്രഹം എന്ന് പറയുന്നത് പുറത്ത് പോയി പഠിക്കണം, പുറത്ത് പോയി ജോലി ചെയ്യണം, അവിടെ സെറ്റിൽ ആവണം എന്നുള്ളൊരു ആഗ്രഹമാണ്. പക്ഷേ നമ്മുടെ CA എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കോഴ്സാണല്ലോ. അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ എത്രത്തോളം ഈ ഒരു കാര്യം പോസിബിൾ ആവുമെന്നാണ് സാറിന് തോന്നുന്നത്? CA ഒരു ഇന്ത്യൻ കോഴ്സ് എന്ന് പറഞ്ഞാലും CAക്കകത്തുള്ള പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് കോറായിട്ടുള്ള പേപ്പേഴ്സ് എന്ന് വെച്ചാൽ ഓഡിറ്റിങ്ങും അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻസ് ആണ്. ഇൻ്റർനാഷണലി എല്ലാ രാജ്യങ്ങളിലും ഫിനാൻസിൻ്റെയും അക്കൗണ്ട്സിൻ്റെയും കൺസെപ്റ്റ് സെയിം ആണ്. അപ്പം എന്തുകൊണ്ട് ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഒരുപാട് പേര് എബ്രോഡ് വർക്ക് ചെയ്യുന്നു? കാരണം നമുക്ക് ഏത് കൺട്രിയിലെയും ഫിനാൻസിൻ്റെ സ്ട്രക്ചർ സെയിം അല്ലേ, നമുക്കവിടെ വർക്ക് ചെയ്യാൻ പറ്റും. ആകെ വ്യത്യാസം വരുന്ന ടാക്സേഷനിലും ലോയിലുമാണ് വ്യത്യാസം വരുന്നത്. ഇന്ത്യൻ ടാക്സേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇത് പഠിച്ചു പോകുന്ന ഒരാൾക്ക് മറ്റ് കൺട്രിയിലെ ടാക്സ് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഇത് കൂടാതെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ തന്നെ കാനഡ, ഓസ്ട്രേലിയ, UK പോലുള്ള ഒരുപാട് രാജ്യങ്ങളുമായിട്ട് ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർടേക്കിംഗ് എൻ്റർ ചെയ്തിട്ടുണ്ട്. MOU എന്നാണ് തന്നെ പറയുന്നത്. അപ്പോൾ അത് ചെയ്തിരിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്ത്യയിൽ ക്വാളിഫൈ ചെയ്യുന്ന ഒരാൾ ആ കൺട്രിയിൽ പോയിട്ട് അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കൺട്രികൾ 2 പേപ്പർ അഡീഷണൽ 2 പേപ്പർ നമ്മൾ അവിടെ അറ്റൻഡ് ചെയ്യുക, എഴുതുക. കാരണം അവിടെ മേ ബി 4-5 പേപ്പറുള്ള കോഴ്സ് ആയിരിക്കാം. ഇക്വലൻ്റ് അവരുടെ CA 2 പേപ്പർ എഴുതി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വലൻ്റ് അവിടുത്തെ ക്വാളിഫിക്കേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഡുവൽ ക്വാളിഫിക്കേഷൻ ആവുകയാണ്. അപ്പോൾ ഈസി ആയിട്ട് അവർക്ക് എടുക്കാൻ പറ്റും. ഇനി ചില കൺട്രിയിൽ അതുപോലും വേണ്ട, അവിടെ 4-5 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ മെമ്പർഷിപ്പ് അവർക്ക് കൺഫർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇത് നമ്മുടെ CA എന്ന് പറയുന്ന കോഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ലോ പോലെ LLB പോലെയോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു കോഴ്സ് പോലെ അല്ല. കാരണം ഫിനാൻസ് എല്ലായിടത്തും സെയിമാണ്. ഇവിടെ നമ്മളിപ്പോൾ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നു, അവിടെ ഡോളർ അല്ലെങ്കിൽ പൗണ്ടിൽ പറയുന്നു. അക്കൗണ്ട്സിൻ്റെ സ്ട്രക്ചറും ആ കൺസെപ്റ്റുകളെല്ലാം സെയിമാണ്, ഓൾ ഓവർ വേൾഡ് സെയിമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ CA മാത്രമല്ല പല വിദേശ കമ്പനികളും ഇന്ത്യൻ CAസിനെ കുറച്ചുകൂടെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതിൻ്റെ റീസണും ഇവിടെ ഇത്രയും ഒരു റിഗറസ് ആയിട്ടുള്ള ഒരു കോഴ്സ് കഴിഞ്ഞ് വരുന്നത് കൊണ്ട് അവന് അത്രയും ക്യാപ്പബിലിറ്റി ഉണ്ടെന്നുള്ളത് അവർ അത് അക്നോളജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എന്തുകൊണ്ടും നല്ലൊരു ഡിസിഷനാണ്. ഇത് CA ക്വാളിഫൈ ചെയ്തിട്ട് ഒരുപാട് കുട്ടികൾ ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. കാനഡയിലും UKയിലും സെറ്റിൽ ചെയ്ത ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉണ്ട്. വളരെ 26-27 വയസ്സിൽ തന്നെ ക്വാളിഫൈ ചെയ്തിട്ട് UKയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ട്സിനെ എനിക്കറിയാം. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള പിള്ളേരുണ്ട്. അവർക്കും ഇതാണ് ആഗ്രഹം. അവർക്ക് ഇവിടെ താല്പര്യമില്ല, അവർക്ക് അങ്ങോട്ട് പോകുന്ന അവിടെ. പക്ഷെ ഇത് ക്ലിയർ ചെയ്തിട്ടാണ് അവർ അങ്ങോട്ട് പോയത്. ഇനിഷ്യലി ഒന്ന് സ്ട്രഗിൾ ചെയ്യും, കാര്യം അവിടുത്തെ ആ ഒരു ടേംസുമായിട്ടൊന്നും ഇതാവാനായിട്ട്. അത് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യും. ഇപ്പം AI ഒക്കെ ധാരാളമായിട്ട് വന്നതുകൊണ്ട് പല ഷോർട്ട് ടേം കോഴ്സസ് ഉണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയാലും കോഡിംഗ് ആയാലും അങ്ങനെ കുറേ നമുക്ക് 6 months കൊണ്ടും 1 year കൊണ്ടും ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന കോഴ്സസ് ഉണ്ട്. ആൻഡ് പെട്ടെന്ന് തന്നെ ജോലിയും കിട്ടും. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് നമ്മൾ ഇത്രയും ലോങ് ടേം ഡ്യൂറേഷനുള്ള CA പോലത്തെ ഇത്രയും ടഫായിട്ടുള്ളൊരു ചെയ്യണമെന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സാർ എന്തായിരിക്കും പറയുക? ശരിക്കും എനിക്ക് അതിനോട് പറയാനുള്ളത് തികച്ചും അതൊരു അങ്ങനെ ഒരു കമ്പാരിസൺ തന്നെ ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതൊരു നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ആക്ട് പ്രകാരം ഒരു ചാർട്ടർ ചെയ്ത കോഴ്സാണ്. ഇതിന് ഉള്ളൊരു പവർ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ കോഴ്സ് ക്വാളിഫൈ ചെയ്തു, നിങ്ങളൊരു 20 വർഷം അല്ലെങ്കിൽ 25 വർഷം ഗൾഫിൽ വർക്ക് ചെയ്തു, അത് കഴിഞ്ഞ് തിരിച്ച് നിങ്ങൾ നാട്ടിൽ വരികയാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് തരികയാണ്. നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ഇൻഡിപെൻഡൻ്റ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇത്രയും എഫേർട്ട് എടുത്ത് പഠിക്കുന്ന ഈ കോഴ്സിന് അത് തിരിച്ചു തരുന്ന റിട്ടേണും അങ്ങനെയാണ്. കാരണം ഇത് ഒരിക്കലും ഒരു ഷോർട്ട് ടേം ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സൊന്നും അല്ലത്. ഇത് പാർലമെൻറ്റിൻ്റെ ആക്ട് പ്രകാരം ചാർട്ടർ ചെയ്യുന്നൊരു മെമ്പറാണ് നമ്മൾ. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു പ്രിവിലേജും ഈ കോഴ്സ് കൊണ്ട് നമുക്ക് ലോങ് ടേമിൽ ഇത് കാരണം നമുക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ ക്വാളിഫിക്കേഷൻ വാലിഡാണ്. നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് സൈൻ ചെയ്യേണ്ട പവറാണ് ഈ കോഴ്സിൽ പാസ്സാവുന്നതോടുകൂടി നമ്മൾ മെമ്പർ ആവുന്നതോടുകൂടി നമുക്ക് കിട്ടുന്നത്. ഈ ഷോർട്ട് ടേം കോഴ്സുകളുടെയൊക്കെ ഇത് എത്ര നാളുണ്ടാവും? ഇത് ഒരു പരിധി കഴിഞ്ഞ് ട്രെൻഡ് ഔട്ട് ആകുമ്പോൾ അത് ഉണ്ടാവില്ലെന്ന് എന്താ ഉറപ്പ്? ഇത് ഗവൺമെൻറ് തരുന്ന റെക്കഗ്നിഷനാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു കമ്പാരിസനോട് അർത്ഥമില്ല. നമുക്ക് അത്രയും ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും എഫേർട്ട് നമ്മൾ ഇടണം. ഒബ്വിയസ്ലി ഇതൊരു നമ്മൾ കാരണം ഇപ്പോഴാണ് ആർട്ടിക്കിൾഷിപ്പ് പോലും 2 വർഷമായിട്ട് റെഡ്യൂസ് ചെയ്തത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 3 വർഷമാണ് ആർട്ടിക്കിൾഷിപ്പ്. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഏതാണ്ട് 5 കൊല്ലം വരെ പോകും. ഇപ്പം അതിലും കുറച്ചുകൂടെ കുറച്ചിട്ടുണ്ട്. കാരണം ഈ വരുന്ന ജനറേഷൻ്റെ ഒരു ചേഞ്ച് മനസ്സിലാക്കിയിട്ടാണ്. പക്ഷെ ഒരിക്കലും അങ്ങനത്തെ ഒരു ഷോർട്ട് ടേം കോഴ്സിനോട്ട് ഇത് കമ്പയർ ചെയ്യുന്നത് തന്നെ തെറ്റെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഇതിനകത്ത് വൺസ് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വളരെ വിശ്വസനീയമായ ലോങ് ടേമിൽ നമുക്ക് വളരെ ഫ്രീഡം തരുന്ന എംപ്ലോയ്മെൻറ്റ്, ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസ് ആണ് ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസ്, എബ്രോഡ് പോകണമെങ്കിൽ എബ്രോഡ്. ഇനി അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് നാട്ടിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. ഡെഫിനറ്റ്ലി റിവാർഡിങ്, ലോങ് ടേം റിവാർഡിങ് ആണ്. പിന്നെ നമ്മൾ രണ്ടാമത് വേറൊരു കരിയറിനെ പറ്റി ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കില്ല. മറ്റത് അങ്ങനെയല്ല. ഒരു ഷോർട്ട് ടേം കോഴ്സ് നമ്മൾ ചെയ്തു, നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ കോഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം ചെയ്തു. ഇപ്പം 3 വർഷം കഴിയുമ്പോൾ അടുത്ത ട്രെൻഡ് എന്താണെന്ന് അങ്ങനെ ഇപ്പോൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് പോലും നമ്മുടെ AI ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്.
പ്രോഗ്രാം ചെയ്യുന്ന അല്ലെങ്കിൽ കോഡ് ചെയ്യുന്ന ആൾക്കാരുടെ പോലും ജോലി പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം നിൽക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് 1949 തൊട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. സ്കോപ്പ് കൂടുന്നല്ലാതെ കുറയുന്നില്ല. സാർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന ഒരു സംഭവമാണ്, മാർക്ക് കിട്ടാത്തതുകൊണ്ടാണ് കൊമേഴ്സ് എടുത്തത്, അല്ലെങ്കിൽ പഠിക്കാത്ത കുട്ടികളാണ് കൊമേഴ്സ് എടുക്കുന്നത്, അത് സയൻസ് കിട്ടാത്തതുകൊണ്ടാണ് കൊമേഴ്സ് എടുക്കുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ള നിലയിൽ സാറിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒന്ന്, ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയാം. രണ്ട്, ഈ പറഞ്ഞ സാധനം കേരളത്തിൽ മാത്രമുള്ളൊരു ട്രെൻഡാണ്. നമ്മുടെ നോർത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, സൗത്തിൽ തന്നെ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ, ഈവൻ ചെന്നൈ അടക്കം നല്ല രീതിയിൽ പഠിക്കുന്ന എക്സലൻറ്റ് കുട്ടികൾ ഈ പറയുന്ന കൊമേഴ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് നമ്മൾ MBBS കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പഠിച്ച് അവനൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. മാത്രമല്ല, സയൻസിൻ്റെ ഏത് കോഴ്സ് എടുത്താലും ഒരുപാട് പഠിച്ച് അതിനകത്ത് എക്സൽ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് അങ്ങനല്ല, നമ്മുടെ CA കോഴ്സിനകത്ത് അങ്ങനല്ല. അപ്പം എൻ്റെ പേഴ്സണൽ അഭിപ്രായം, നിങ്ങൾ ഒരു കുട്ടി ഭയങ്കര എക്സെപ്ഷണലി ബ്രില്യൻ്റ് ആണ്, അവന് ഫിസിക്സ് ഭയങ്കര ഇഷ്ടമാണ്, കെമിസ്ട്രി ഭയങ്കര ഇഷ്ടമാണ്, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എക്സലൻ്റായിട്ട് പഠിക്കുന്ന ആളാണ്, സയൻസിൽ പോയിക്കോട്ടെ, വിരോധമില്ല. പക്ഷെ അവൻ്റെ ആ ബ്രില്യൻസ് ഇവിടെ കൊണ്ട് നിട്ട് കഴിഞ്ഞാൽ അവൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ എത്തുന്നത് വേറെ റേഞ്ചിലാണ്. അപ്പം ആ ഒരു തെറ്റിദ്ധാരണ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണ് കൂടുതലുള്ളത്. ഈ പഠിക്കുന്ന കുട്ടികളാണ് സയൻസ് എടുക്കുന്നത്, പഠിക്കാത്ത കുട്ടികൾ കൊമേഴ്സിലേക്കാണ് വരുന്നത്. ശരിക്കും പഠിക്കുന്ന കുട്ടികൾ കൊമേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റിടത്ത് കിട്ടുന്ന റിവാർഡിനേക്കാളും വലിയ റിവാർഡ് ഇവിടെ കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. അവിടെ ഇടുന്ന അത്രയും എഫേർട്ട് ഇവിടെ ഇട്ടാൽ ഭയങ്കരമായിട്ട് എക്സൽ ചെയ്യും. ഇപ്പം ഞാൻ ശരിക്കും എൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സയൻസിൽ കിട്ടത്തില്ല, വീട്ടുകാർക്കും സയൻസ് വേണമെന്നായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ 100% ഹാപ്പിയാണ്. കാര്യം ഞാനും സയൻസ് എടുത്ത് പോയിരുന്നു എന്തായിപ്പോയെന്നെ, ഞാൻ എത്തൂലായിരുന്നു. ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ ഉത്തരം അത് വളരെ തെറ്റിദ്ധാരണമായ ഒരു കാര്യമാണത്. ഇപ്പം പലരും അത് തിരിച്ചറിഞ്ഞു തുടങ്ങി. നമ്മുടെ കേരളത്തിലും ആ ട്രെൻഡ് മാറി തുടങ്ങി. നല്ല പഠിക്കുന്ന കുട്ടികൾ കൊമേഴ്സിലേക്ക് സ്ട്രീമായിട്ട് തന്നെ എടുത്ത് വരുന്നുണ്ട്. സാർ, ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾക്ക് അവർക്ക് കോളേജിലേക്ക് ചെല്ലുമ്പോൾ കുറേ എക്സ്പെക്ടേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കോളേജ് അടിച്ചു പൊളിക്കാം, വൈബാക്കാം, കറങ്ങാം, പോവാം, സിനിമയ്ക്കൊക്കെ പോവാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാകും. അപ്പോൾ CA എടുത്തു കഴിഞ്ഞാൽ ഈ ലൈഫ് ഇങ്ങനെ തന്നെ കിട്ടുമോ എന്നൊരു ഡൗട്ട് അവർക്കുണ്ടാകും. ഇത് ബോറായി പോവോ, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ IIIൽ CA എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ബോറായി പോവോ, അങ്ങനെ സാറിന് എന്താ പറയാനുള്ളത്? അല്ല, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 2005-06 കാലഘട്ടങ്ങളിൽ ഒരിക്കലും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള CAക്ക് ഒരു ക്ലാസ്സസ് ഒന്നും ഇല്ല. നമ്മൾ ഓരോ പേപ്പറിന് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടാണ് നമ്മൾ പഠിക്കുക. ഒരു 2010 കൂടിയാണ്, 10-11 കാലഘട്ടത്തിലാണ് ശരിക്കും കേരളത്തിൽ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ കൊച്ചിയിലൊക്കെ ഈ ഒരു ട്രെൻഡിങ് വരുന്നത്. അതായത് എല്ലാ പേപ്പറിനും ഒരു കോളേജിലുള്ളതുപോലെ ഒരു ക്ലാസ്, ശരിക്കും പറഞ്ഞൊരു ക്യാമ്പസ് അന്തരീക്ഷമാണ്. രാവിലെ 8 അല്ലെങ്കിൽ 9 മണി തൊട്ട് വൈകിട്ട് 5-5:30 വരെ ക്ലാസ്സാണ്. ഇതിനിടെ ഉച്ചയ്ക്ക് 1 മണിക്കൂർ ലഞ്ച് ബ്രേക്കാണ്, ഇടയിൽ ബ്രേക്കുണ്ട്. അപ്പം ഇതിനകത്ത് തന്നെ ശരിക്കും നമ്മുടെ ഒരു കോളേജിലുള്ളത് പോലെ തന്നെ ഒരു ലൈഫ് ഇതിനകത്തുണ്ട്, IIIക്കകത്തുണ്ട്. മാത്രമല്ല, ഇവർക്ക് ഓണം വരുന്ന സമയത്ത് ദീപാവലി, ക്രിസ്മസ്, ന്യൂ ഇയർ, ഇങ്ങനെ ഓരോന്നിനും ഇവിടെ ഓരോ പ്രോഗ്രാംസാണ്. ഈ കുട്ടികൾ പഠിത്തം മാത്രമല്ല, അവർ കലാപരമായ കഴിവുള്ളവർ ഡെഫിനറ്റ്ലി അവർക്ക് അതിനകത്തൊരു ഭയങ്കര വേദി കിട്ടുന്നുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാച്ചുകൾ തമ്മിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻസ്, ഈവൻ സ്പോർട്സ്, ഫുട്ബോൾ ടൂർണമെൻറ്റ്, ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, ഇതൊക്കെ നടത്തുന്നുണ്ട്. അപ്പം ശരിക്കും കോളേജ് ലൈഫ് പോലെ തന്നെയാണ് ഇപ്പോൾ ശരിക്കും CAയുടെ കോച്ചിങ് സെൻറ്ററുകൾ, എസ്പെഷ്യലി നമ്മുടെ IIIലേക്കൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇതിനകത്ത് അവർക്ക് ഈവൻസ് ഉണ്ട്, അതിനകത്ത് കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പല വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ വളരെ എനർജറ്റിക് ആയിട്ടാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അവർ വെറും പണ്ട് CA പഠിക്കുന്ന പോലെ ഒരു സബ്ജക്റ്റ് എന്നുള്ള കൺസെപ്റ്റ് മാത്രമല്ല, കഴിവുള്ളവർക്ക് ഡെഫിനറ്റ്ലി അവരത് പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാര്യം കോളേജിൽ ഡിഗ്രി പഠിക്കുന്ന പോലെ തന്നെയാണ് കുട്ടികൾ CA പഠിക്കുന്നത് ഡീപ്പായിട്ടും ടെക്നിക്കലിയും സീരിയസ് ആണെങ്കിലും അവർ വൈബാക്കേണ്ട കാര്യങ്ങളെല്ലാം അവർ വൈബാക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളുടെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെയാണ് സാർ ഇപ്പോൾ ക്ലാരിഫൈ ചെയ്ത് തന്നത്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു സോ മച്ച്. ഓക്കെ.